പ്രിയകവി ONVക്ക് ജന്മനാടിന്റെ സ്മരണാഞ്ജലി. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്മൃതി ദിനാചരണം നടത്തി. ജനപ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കവി ONV കുറിപ്പിന്റെ സ്മരണ പുതുക്കിയാണ് ചവറയിൽ വിവിധ പരിപാടികൾ നടന്നത്. ജന്മഗൃഹ സ്മാരക കമ്മിറ്റി, കലാസരിത് സാംസ്കാരിക സമിതി, വികാസ് കലാ സാംസ്കാരിക സമിതി, പുരോഗമന കലാസാഹിത്യ സംഘം എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു സ്മൃതി ദിനാചരണം നടന്നത്. ജന്മഗൃഹ സ്മാരക കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമ്പ്യാടിക്കൽ തറവാട്ടിൽ നടത്തിയ സ്മൃതി സമ്മേളനം കവി ഏഴാച്ചേരി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചവറ KS പിള്ള അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA, കവി കുരീപ്പുഴ ശ്രീകുമാർ, തിരക്കഥാകൃത്ത് അനിൽ മുഹത്തല എന്നിവർ പ്രസംഗിച്ചു. മന്ത്രി ജെ. നമ്പ്യാടിക്കൽ തറവാട്ടിലെത്തി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. കലാസരിത് സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ ശങ്കരമംഗലം SNDP യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ONV സ്മൃതി ദിനാചരണം ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ മലയാള ഭാഷയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ വരദാനങ്ങൾ എന്ന് പറഞ്ഞാൽ ചലച്ചിത്രഗാന ശാഖയ്ക്ക് ഇങ്ങനെയുള്ള പി. ഭാസ്കരൻ, അതുപോലെ ശ്രീകുമാരൻ നമ്പി സാറ്, വലാറ്, അതുപോലെ ONV സാറ് തുടങ്ങിയവരുടെ സാഹിത്യങ്ങൾ, ഈ സാഹിത്യങ്ങളോടെയാണ് ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മലയാള ഭാഷ അതിശക്തമായി തന്നെ നിലനിൽക്കുന്നത്. മറ്റ് ഭാഷകളിൽ, തമിഴിലാണെങ്കിൽ പോലും, തമിഴ് സാഹിത്യത്തിനെയും തമിഴിനെയും അങ്ങേയറ്റം ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഒരു ജനതയാണ് തമിഴെങ്കിലും അവിടെ സാഹിത്യ ലോകത്ത് ഇത്ര കണ്ട് വലിയ സംഭാവനകൾ ചലച്ചിത്ര ഗാനങ്ങൾക്ക് നൽകുവാൻ തമിഴിന് പോലും സാധിച്ചിട്ടില്ല. അവിടെ എല്ലാം രണ്ട് വാക്കുകൾ വരുന്ന വാക്പ്രയോഗങ്ങൾ, നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഭാഷകളാണ് അവരുടെ ഗാനങ്ങൾ വരുന്നെങ്കിൽ നമ്മുടെ ഗാനങ്ങളിലെല്ലാം, നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങൾ നല്ല സാഹിത്യങ്ങളും അതായത് നല്ല ആത്മാംശമുള്ളവയും ഒരുപാട് ചിന്തിപ്പിക്കുന്നതും സാമൂഹ്യപരമായിട്ടും അതുപോലെ തന്നെ മനുഷ്യൻ്റെ നന്മകളെയും സ്നേഹങ്ങളെയും നല്ല ക്വാളിറ്റികളെയും ഒക്കെ പ്രകീർത്തിക്കുന്നതുമായിട്ടുള്ള ഗാനങ്ങൾ നല്ല വാക്കുകളുടെ, സാഹിത്യപരമായിട്ടുള്ള വാക്കുകളുടെ പ്രതിഫലിപ്പിക്കുവാൻ ഗാനരചയിതാക്കൾക്ക് സാധിച്ചിട്ടുണ്ട്. സമിതി പ്രസിഡന്റ് ചവറ സുരേന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ചു. കേരള ശബ്ദം അസോസിയേറ്റ് എഡിറ്റർ R. പവിത്രൻ, ഡോക്ടർ മോഹൻ പുന്തല, ഇടക്കുളങ്ങര തുളസി, ജോസഫ് വിൽസൺ, SRK പിള്ള എന്നിവർ പ്രസംഗിച്ചു. കവിയരങ്ങ് കാഥിക തൊടിയൂർ വസന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. ചിലരൊക്കെ പെട്ടെന്ന് തെറ്റിദ്ധരിക്കാതെ കാമത്തിൽ അധിഷ്ഠിതമായ ചിന്തയാണ് ഉടനെ വരുന്നത്. പ്രണയം എന്ന വാക്ക് കേൾക്കുമ്പോൾ ശരിയല്ലേ ഞാൻ പറയുന്നത്? കാമാധിഷ്ഠിതമല്ല പ്രണയം, അത് ആത്മാവും തമ്മിലുള്ള സംവേദനമാണ്, ആത്മസംവേദനമാണ് പ്രണയം. ഓരോ ആത്മാക്കളും തമ്മിലുള്ള ഇഷ്ടമാണ് പ്രണയം എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അനുനിമിഷം. പ്രണയമില്ലാത്ത ഒരു നിമിഷവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇല്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ പ്രണയത്തിൽ അധിഷ്ഠിതമാണ്. ആ കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന്റെ എല്ലാ കവിതകളും നിറഞ്ഞു നിൽക്കുന്നത്. സിനിമാ ഗാനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കേട്ടു കഴിഞ്ഞാൽ അദ്ദേഹം എഴുതിയ വരികൾ നമുക്ക് ഒരിക്കലും മറക്കാൻ, മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത നിസ്തുലമായ സംഭാവനയാണ് അദ്ദേഹം ഈ കാവ്യരംഗത്ത് നമുക്ക് തന്നിട്ട് പോയത്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം പഠിക്കാനുണ്ടായിരുന്നു, ഒരു തുള്ളി വെളിച്ചം എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. മലയാളം, ഞാൻ എക്കണോമിക്സ് മെയിൻ ആയിരുന്നു, മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ആയിരുന്നു. എന്നിട്ട് ആ സെക്കൻഡ് ലാംഗ്വേജിൽ ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്ന ഒരു പുസ്തകമാണ് ONV കുറിപ്പിന്റെ പുസ്തകം പഠിക്കാനുണ്ടായിരുന്നു. ഇത്ര വർഷങ്ങൾക്ക് മുമ്പാണ്. അദ്ദേഹം ചെറുപ്പക്കാരനാണ്. ആസാദ് ആശീർവാദ് അധ്യക്ഷത വഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ചവറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചവറ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ONV അനുസ്മരണ സമ്മേളനം മത്സ്യഫെഡ് ചെയർമാൻ T. മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. ONV പുരസ്കാര ജേതാവ് NS സുമേഷ് കൃഷ്ണൻ, ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ.